സാധാരണ രീതിയിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ നാവിൽ ചെറിയൊരു ഇപ്പോൾ ചൂട് ചായ കുടിച്ചിട്ട് നാവ് പൊള്ളിയ പോലുള്ള ഒരു ചെറിയൊരു ഫീലിങ്സ് വരും. അത് ആ നൈട്രജൻ, ലിക്വിഡ് നൈട്രജൻ്റെ അത്രയും തണുപ്പ് കാരണമാണ് നമുക്ക് ആ ഒരു ഫ്രോസ്റ്റ് ബൈറ്റ് ചെറിയ രീതിയിൽ നാവിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ലിക്വിഡ് നൈട്രജൻ അല്ല ഒരിക്കലും ഉപയോഗിക്കുന്നത്. ലിക്വിഡ് നൈട്രജൻ ഒഴിച്ച് അവരത് കുലുക്കി ഉള്ള ആവിയാക്കി കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആരെങ്കിലും തെറ്റിദ്ധരും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഒരിക്കലും നേരിട്ട് വായിലേക്ക് എടുക്കരുത്. ലിക്വിഡ് നൈട്രജൻ നമ്മളുടെ വായിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പൊള്ളാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ലിക്വിഡ് നൈട്രജൻ വെറുതെ കയ്യിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. പക്ഷെ കയ്യിലൊഴിച്ച് കയ്യിൽ അവിടെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് ഗ്രേഡ് 3 പൊള്ളലിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഫ്രോസ്റ്റ് ബൈറ്റ് ആണ് സംഭവിക്കുക. ഫ്രോസ്റ്റ് ബൈറ്റ് അപ്പോൾ ചെറിയ പൊള്ളലായിട്ടല്ല, പെട്ടെന്ന് അവിടെ തണുത്ത് ഭയങ്കര ഓവറായിട്ട് തണുത്ത് പൊള്ളിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക.